ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. മുംബൈയിലെ ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസമാണിന്ന്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അല്പം നേരത്തെ ഇറങ്ങിയതാണ്. ഇന്നലെ നമുക്ക് കാര്യമായിട്ടൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഒരിടത്ത് വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി നടക്കുകയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വിമാനവാഹിനി കപ്പൽ ഏതാണെന്നറിയാലോ? INS വിക്രാന്ത്. അതിൻ്റെ ഒരു മോഡലാണ് ഇത്. പഴയ കുറേ ബിൽഡിങ്സ് കണ്ട് നടക്കുകയാണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്കാണ് പോകുന്നത്. കുറച്ച് ദൂരം നടക്കാനുണ്ട്. നടന്ന് അവസാനം ഇന്ത്യയുടെ ഗേറ്റ് വേ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. എത്ര ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയാണ് ഈ ഗേറ്റ്. കടൽ തീരത്താണിത്. കടലിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പം ഇന്ത്യയിലേക്ക് കയറാനുള്ള ഒരു ഗേറ്റ്. അന്നും ഇന്നും ഒരേ നിൽപ്പാണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യക്ക് അഭിമുഖമായിട്ടാണ് താജ് പാലസും ഒബ്രായ് ഹോട്ടലും. മുംബൈയിലുള്ളത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയാണ്. ഡൽഹിയിലും ഉണ്ടല്ലോ ഒരു ഗേറ്റ്, അത് ഇന്ത്യ ഗേറ്റാണ്. രണ്ടും രണ്ടാണ്. ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്ന സമയത്ത് ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് കിരീടധാരണം നടത്താൻ ബ്രിട്ടീഷ് രാജാവായ ജോർജ് അഞ്ചാമൻ വന്നിറങ്ങിയതിൻ്റെ സ്മരണയ്ക്കായിട്ട് നിർമ്മിച്ച കമാന രൂപത്തിലുള്ള ഒരു സ്മാരകമാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. 1924 ഇതിൻ്റെ പണി പൂർത്തിയായത്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം ബ്രിട്ടീഷുകാർ ഇവിടുന്നാണ് ബ്രിട്ടനിലേക്ക് കപ്പൽ കയറിയത്. ഇവിടെ കുറേ ഫോട്ടോഗ്രാഫർമാരുണ്ട് കേട്ടോ. അവർ അടിപൊളി ഫോട്ടോ എടുത്ത് തരും. പോസൊക്കെ അവർ തന്നെ പറഞ്ഞു തരും. 50 രൂപയാണ് ഒരു കോപ്പിക്ക്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ഫോട്ടോ എടുത്താൽ അത് കളർഫുള്ളാവില്ല, അത് വളരെ കൃത്യമായിട്ടൊന്നും കിട്ടുന്നില്ല. പക്ഷേ താജ് പാലസ് നല്ല ഭംഗിയിൽ കിട്ടും. ഈ ഗേറ്റിൻ്റെ സൈഡിലൂടെ വന്നാൽ ബോട്ട് ജെട്ടിയിലെത്താം. ഇവിടുന്ന് ബോട്ടിൽ എലഫൻ്റ ഐലാൻഡിലേക്ക് പോകാം. അവിടെയാണ് എലഫൻ്റ കേവ്സ് ഉള്ളത്. ഒരു ബോട്ട് പോകുമ്പോഴേക്കും അടുത്തത് വരും. ആകെ ബഹളാണ് ഇവിടെ. ടിക്കറ്റ് എടുക്കുന്നത് ഇവിടെ നിന്നാണ്. ക്യൂ ഉണ്ട്. ക്യൂവിൽ നിന്നാൽ ഇപ്പോഴൊന്നും ടിക്കറ്റ് കിട്ടില്ല. ഇവിടെ കരിഞ്ചന്തയ്ക്ക് ടിക്കറ്റ് വിൽക്കുന്നവരുണ്ട് കേട്ടോ. ടിക്കറ്റ് എടുക്കും. ഒരു ടിക്കറ്റ് 260 രൂപയുടെ ടിക്കറ്റ് അവർ 290 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ഓരോ ടിക്കറ്റിലും 30 രൂപ അവരെടുക്കും. റിട്ടേൺ അടക്കമുള്ള ടിക്കറ്റാണ്. ഒരു ബോട്ടിൽ ആളുകൾ വന്നിറങ്ങുന്നു. എൻ്റെ പുറകിൽ കണ്ടോ, ബോട്ട് ഐലാൻഡിൽ നിന്നും തിരിച്ചു വന്ന രംഗമാണ് കാണുന്നത്. ബോട്ടിൽ കയറിയപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അമ്മാതിരി തിരക്കായിരുന്നു. കുറേ പേരുണ്ടായിരുന്നു. ഞാൻ വേഗം കയറി. ഒരു സൈഡ് സീറ്റ് കിട്ടണമല്ലോ. ടീമിലുള്ള എല്ലാവരും ഈ ഒരു ബോട്ടിൽ തന്നെ കയറിയിട്ടുണ്ട്. ഇനി അഥവാ കയറാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അടുത്ത ബോട്ടിൽ വരാം. ടിക്കറ്റ് കാണിച്ചാൽ മതി. ഡ്രീം സിറ്റിയെ പിന്നിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ ബോട്ട് മുന്നിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ഭാഷക്കാരും ബോട്ടിലുണ്ട്. ദിവസവും എത്ര ബോട്ടുകളാണ് ഇങ്ങനെ പോകുന്നത്. എത്ര പേരാണ് എലഫൻ്റ കേവ്സ് കാണാൻ വരുന്നത്.
എന്നാലും 50 രൂപ കൊടുക്കാൻ തയ്യാറായിട്ട് കുറേ പേര് മുകളിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ കുറേ പേര് റീൽസ് എടുക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്നു. കടലിൽ കൂടുതൽ കാഴ്ചകളൊന്നുമില്ല. കുറേ ബോട്ടുകളും കപ്പലുകളും കണ്ടിരിക്കാം. ഒരു ദ്വീപ് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ദ്വീപിലേക്കായിരിക്കും ഞങ്ങൾക്ക് പോകേണ്ടത്. ഒരു കടൽപ്പാലം കാണുന്നില്ലേ? കുറച്ച് അവ്യക്തമായിട്ടാണ് കാണുന്നത്. അത് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്കാണ്. അടൽ സേതു എന്നും പേരുണ്ട്. മുംബൈയും നവി മുംബൈയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കടൽപ്പാലമാണത്. ഈ പാലം അടുത്തു നിന്ന് കാണാമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ബോട്ടിൻ്റെ മുന്നിൽ വന്ന് നിന്നതാണ്. പാലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടില്ല. അതിനു മുമ്പ് തന്നെ ബോട്ട് തിരിയും എന്നാണ് ഇവർ പറയുന്നത്. ഈ ബോട്ട് ജെട്ടിയിലാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. പാലം കുറേ കൂടി അപ്പുറത്ത് കൂടെ പോകുന്നത് കാണാനുണ്ട്. ഈ ഒരു ബോട്ട് ജെട്ടിയിലാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. ബോട്ടിൽ നിന്ന് ഇറങ്ങി വന്നാൽ കുറേ ഷോപ്സ് ഉണ്ട്. ഫ്രൂട്ട്സ് മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് കിട്ടും. മിക്സഡ് ഫ്രൂട്ട്സ് പലരും വാങ്ങി കഴിച്ചു. പിന്നെ എന്തൊക്കെയോ ഉണ്ട്, കടല വറുത്തതും മറ്റ് ബേക്കറി ഐറ്റംസൊക്കെ ഉണ്ട്. പക്ഷേ ഫ്രൂട്ട്സാണ് കൂടുതലായിട്ട് ചിലവാകുന്നത്. ഇവിടുന്ന് ഇനി 1 കിലോമീറ്റർ ദൂരം പോകണം. ചെറിയ ട്രെയിൻ ഉണ്ട്. 18 രൂപ കൊടുത്താൽ അതിൽ പോകാം. രണ്ട് മൂന്ന് പട്ടിക്കുട്ടികൾ ഇവിടെ ഉണ്ട്. ട്രെയിൻ വരുന്നുണ്ട്. റെയിൽവേ ട്രാക്കിലുണ്ട് ഒരു പട്ടിക്കുട്ടി. കുട്ടി എടുത്തോണ്ട് പോയി. നിറയെ ആളായിട്ടോ. എല്ലാവരെയും ട്രെയിനിൽ കൊള്ളുമെന്നറിയില്ല. നടന്നു പോകുന്നവരുണ്ട്. വെയിലാണ്, വെയിലത്ത് നടക്കണം. അതുകൊണ്ട് അധികം പേരും ട്രെയിനിലാണ് പോകുന്നത്. ട്രെയിൻ എഞ്ചിൻ്റെ ഒരു മോഡൽ ഇവിടെ വെച്ചിട്ടുണ്ട്. 2 സൈഡിലും കടകളാണ്. ഇവിടെ ഒരു പരിശോധനയുണ്ട്. ഖാരാപുരി ഗ്രാമപഞ്ചായത്തിലാണ് എലഫൻ്റ കേവ്സ്. ഇനി അങ്ങോട്ട് നടന്നും കയറിയും ഒക്കെ പോകണം. നടക്കാൻ വയ്യാത്തവരെ ഇങ്ങനെ ചുമന്നു കൊണ്ടുപോകാൻ ചെയറുണ്ട്. 2000 രൂപ കൊടുക്കണം. വഴിയുടെ ഇരുവശത്തുമുള്ള കച്ചവടമൊക്കെ നോക്കൂ. ഇതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ പോകാൻ നല്ല രസമുണ്ട്. കുറച്ച് സ്റ്റെപ്സ് കയറണം, പിന്നെ കുറച്ച് നടക്കണം, വീണ്ടും സ്റ്റെപ്സ് കയറണം, അങ്ങനെ കുറേ മുകളിലേക്ക് കയറണം. കാൽമുട്ടിന് വേദനയൊക്കെ ഉള്ളവർക്ക് കുറച്ചൊരു പ്രയാസം ഉണ്ടാകും. ഇപ്പം മുകളിലെത്തി.
ഞങ്ങൾ ബോട്ടിൽ വന്നിറങ്ങിയ ബോട്ട് ജെട്ടിയാണ് ആ കാണുന്നത്. അതിലൂടെ കടലിൽ കാണുന്ന ആ ദൂരമാണ് നമ്മൾ ട്രെയിനിൽ വന്നത്. പിന്നീട് ഇങ്ങോട്ട് നടന്നു, കുറേ ദൂരം നടന്നിട്ടുണ്ട്. ഇതാണ് ആദ്യം കാണുന്ന കേവ്. വലിയൊരു പാറയായിരുന്നു. ആ പാറ തുരന്ന് ഉള്ളിലെ ഹാളുണ്ടാക്കി. തുരക്കാതെ നിലനിർത്തിയിട്ട പാറഭാഗമാണ് തൂണുകളാക്കിയത്. കുറേ തൂണുകളുണ്ട്. പിന്നെ ഇവിടെ കാണുന്ന പ്രതിമകളും അറകളും ഒക്കെ ഇങ്ങനെ ഈ പാറയുടെ ഭാഗമാണ്. ശിവഭഗവാന് ഡെഡിക്കേറ്റ് ചെയ്തതാണ് ഈ ഗുഹാക്ഷേത്രങ്ങൾ. തൂണുകളും ശില്പങ്ങളുമാണ് ഇവിടുത്തെ പ്രത്യേകത. ശില്പങ്ങളുടെ ചില ഭാഗങ്ങളൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. അഗ്രഹാരപുരി എന്നായിരുന്നു ഈ സ്ഥലത്തിൻ്റെ പേര്. പിന്നീട് അത് ലോപിച്ച് ഖരാപുരി എന്നായി മാറി. പോർച്ചുഗീസുകാരാണ് എലഫൻ്റ ഗുഹകൾ എന്ന് പേരിട്ടത്. അവർ തന്നെ ഈ ഗുഹാസമുച്ചയത്തിൻ്റെ പ്രധാന ഭാഗങ്ങളെല്ലാം നശിപ്പിച്ചു. ശില്പങ്ങളൊക്കെ ഒരുപക്ഷെ അന്നേ നശിപ്പിക്കപ്പെട്ടതാകാം. അങ്ങോട്ട് കയറി പോകുമ്പോൾ കുറേ സാധനങ്ങളുടെയൊക്കെ വില ഞങ്ങൾ ചോദിച്ചിരുന്നു പല കടകളിലായിട്ട്. തിരിച്ചു വരുമ്പോഴാണ് കുറച്ചൊക്കെ വാങ്ങി എല്ലാവരും. ടിക്കറ്റ് കാണിച്ചാൽ ഏത് ബോട്ടിലും നമുക്ക് കയറാം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ടൗണിലേക്ക് തന്നെ യാത്രയാവുകയാണ്. കടൽക്കാക്കകൾ കണ്ടോ, ബോട്ടിന് പിന്നാലെ പറന്ന് വരികയാണ്. ഇത് ഇവർ ഭക്ഷണ സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ടാണ്. ഇതൊരു നല്ല കാര്യമല്ല, എന്നാലും കാണാൻ നല്ല രസമുണ്ട്. തിരിച്ചുള്ള ബോട്ട് യാത്രയും രസകരമാക്കാൻ ഞങ്ങളുടെ ടീം റെഡി ആയിരുന്നു. കുറച്ച് വിദേശികളൊക്കെ കപ്പലിലുണ്ട്. അതിൽ ഒരു വനിത ഞങ്ങളുടെ കൂടെ കൂടി. അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ, ഇങ്ങനെ ഒരു ഒപ്പനക്കളി. ഞങ്ങൾ ടീച്ചേഴ്സാണെന്ന് പറഞ്ഞപ്പോൾ അവരും ടീച്ചറാണെന്ന് പറഞ്ഞു. അതുകൊണ്ടായിരിക്കും ഞങ്ങളുടെ കൂടെ എൻജോയ് ചെയ്യാൻ പറ്റിയത് കേട്ടോ. അങ്ങനെ പാട്ടും കളിയും ഒക്കെ ആയിട്ട് ഞങ്ങൾ മുംബൈ തീരത്തേക്ക് വീണ്ടും എത്തുകയാണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും താജ് പാലസും ഒബ്രോയ് ഹോട്ടലും തലയുയർത്തിപ്പിടിച്ച് നിൽക്കുന്ന കാഴ്ച എന്ത് മനോഹരമാണെന്ന് നോക്കൂ. രാവിലത്തെ പോലെ അല്ല കേട്ടോ തിരിച്ചു വന്നപ്പോൾ. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ അടുത്തും പരിസരത്തുമെല്ലാം എന്തൊരു ആൾക്കൂട്ടാണെന്നറിയോ. കച്ചവടക്കാർ കുറേ നിരന്നിട്ടുണ്ട്. എന്തൊരു തിരക്കാണെന്ന് നോക്കിയാൽ ഞങ്ങൾ വന്നപ്പോൾ ഇത്രയും തിരക്കുണ്ടായിരുന്നില്ല. എൻ്റെ പുറകിൽ കണ്ടില്ല ആ ഒരു ഇനി ഫുഡ് കഴിച്ചിട്ട് മുംബൈയിലെ മറ്റ് ചില കാഴ്ചകൾ കാണണം. ഇന്ന് രാത്രിയിലാണ് നാട്ടിലേക്കുള്ള ട്രെയിൻ. വഴിയോരത്ത് കുറേ പെയിൻറ്റിങ്സ് കണ്ടോ, വിൽക്കാൻ വെച്ചതാവും. നല്ല ഭംഗിയുള്ള പെയിൻറ്റിങ്സും കൂട്ടത്തിലുണ്ട്. ജഹാംഗീർ ആർട്ട് ഗാലറിയുടെ മുന്നിലൂടെ പോവുകയാണ്, കയറുന്നില്ല. മുമ്പേ മറൈൻ ഡ്രൈവിൽ ഇറങ്ങാമെന്ന് വെച്ചപ്പോൾ നല്ല വെയിലാണ്. പിന്നെ ആർക്കും വലിയ താല്പര്യമില്ല ഈ വെയിലത്ത്. വണ്ടിയിലിരുന്നുകൊണ്ട് കണ്ടു.
ഈ പാലത്തിലൂടെ പോകണം. ഇപ്പോൾ വണ്ടി പാലത്തിലേക്ക് കയറി. ഈ പാലം ഇങ്ങനെ വളഞ്ഞ് വന്നിട്ട് ഞങ്ങൾ വന്ന റോഡിൻ്റെ മുകളിലൂടെ ഒരു ഫ്ലൈ ഓവറായിട്ട് നീണ്ടു പോവാണ്. ഇരുപതും അതിൽ കൂടുതലും നിലകളുള്ള ബിൽഡിങ്സ് ഒക്കെ കാണുന്നില്ലേ? അതിൻ്റെ കൂട്ടത്തിലൊരു ഡാർക്ക് കളറുള്ള ബിൽഡിങ് കണ്ടോ? അതാണ് മുകേഷ് അംബാനിയുടെ ഫ്ലാറ്റ്. സെലിബ്രിറ്റീസ് താമസിക്കുന്ന ഏരിയയിലൂടെയൊക്കെ ഞങ്ങൾ വണ്ടിയിൽ പോയി. പിന്നെ കടലിനടിയിലൂടെ ഒരു ടണലുണ്ട്, അതിൻ്റെ ഉള്ളിലൂടെയും പോയി കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. ഇപ്പോൾ മറ്റൊരു ബീച്ചിൽ വന്നിരിക്കുകയാണ്. വെയിൽ അല്പം കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്ന് ഇറങ്ങാൻ എല്ലാവരും റെഡിയാണ്. ബാന്ദ്ര ബീച്ചാണിത്. കുറേ പേര് അങ്ങ് ദൂരേക്ക് പോയിട്ടുണ്ട്. ബാന്ദ്ര ബീച്ചിൽ കുറച്ച് സമയമൊക്കെ ഞങ്ങളിങ്ങനെ ചിലവഴിച്ചു. ഇനി നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. റോഡിൽ നല്ല തിരക്കുണ്ടാകും, സിഗ്നലിലൊക്കെ അത്യാവശ്യം വെയിറ്റിംഗ് ഒക്കെ ഉണ്ടാകും. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പോയിട്ടില്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ വൈകും. അതുകൊണ്ട് ഇനി വേറെ എവിടെയും ഇറങ്ങുന്നില്ല, ഇനി തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.